ഹലോ ഡിയേഴ്സ്, അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ. കേക്ക് വ്ളോഗാണ്. നമ്മളുടെ ഒരു ദിവസത്തെ കേക്കിൻ്റെ വർക്കും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ചാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം രാവിലെ കൊടുക്കാനുള്ള കുറച്ച് കേക്ക്സ് എല്ലാം ഒരുമിച്ച് ബേക്ക് ചെയ്തിട്ട് അതെല്ലാം ഫ്രോസ്റ്റ് ചെയ്യുവാണ്. ഇത്രയും കേക്ക്സാണ് രാവിലെ കൊടുക്കാനുള്ളത് കേട്ടോ. നമുക്കൊന്ന് 5-6 കേക്കുണ്ട്, അത്യാവശ്യം കുറച്ച് കേക്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും തിരക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രിഡ്ജിൽ ഇത്രയും സ്ഥലമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ അടുത്തത് ഫ്രോസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഫുള്ളും. അപ്പോൾ അതാണ് ആകെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഈ ഫ്രിഡ്ജ് എടുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ 2 years ആയി. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ടിട്ട് ഞാൻ മറ്റൊന്നിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു 4 കേക്ക്സ് ആദ്യം കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഹോളി കമ്മ്യൂണിയൻ കേക്ക്സ് ആണ്. ഇതിൽ 4ലും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് കൊടുത്തേക്കുന്നത്. ഇതൊന്നും എക്സ്ട്രാ വർക്കുള്ള ഡിസൈൻ അല്ല. കേക്കിൻ്റെ റേറ്റ് പ്ലസ് ഒരു ടോപ്പറിൻ്റെ റേറ്റ് അത്രയും മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. കുറേ കേക്കിലൊക്കെ ഇങ്ങനെ എല്ലാവരും റേറ്റ് അല്ലെങ്കിൽ പ്രൈസ് എന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ റേറ്റ് അല്ലെങ്കിൽ പറയാത്തതെന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ ഉണ്ടാവും. കുറവാണല്ലോ കൂടുതലാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ടോക്കിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് കേട്ടോ. കാരണം ഇപ്പോൾ എവിടെയാണെങ്കിലും റേറ്റ് ഒരു വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഒരു നാട്ടിലെ റേറ്റ് ആവില്ല മറ്റൊരു നാട്ടിൽ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ റേറ്റ് അങ്ങനെ പറയാത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ചെയ്തേക്കുന്ന 4 കേക്കും ഫ്ലേവർ റേറ്റ് പ്ലസ് ആ ഒരു ടോപ്പറിൻ്റെ റേറ്റ് അത്രയും വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങുന്ന എല്ലാവരും തന്നെ സാധാരണക്കാരുണ്ട്, അത്യാവശ്യം പൈസ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയും സംതൃപ്തരാക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണമല്ലോ. അപ്പോൾ നമുക്കറിയാം പിന്നെ ഹോളി കമ്മ്യൂണിയൻ സീസൺ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈമിന് മുന്നേ തന്നെ നമുക്കിങ്ങനെ പ്രിൻ്റൊക്കെ വരുമല്ലോ ഓരോ തീമിലൊക്കെ. അപ്പോൾ അതിന് സ്പേസ് ഉണ്ടാകുന്ന ഭാഗത്തൊക്കെ ഞാൻ ഈ ഒരു പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് വർക്കൊക്കെ വരുമ്പോഴേക്കും അതിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഈ ഒരു കേക്ക് ഇപ്പോൾ ഈ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് മാത്രമാണ് ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നത്. ഇതും ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത് കൊടുത്ത ഒരു ഡിസൈൻ അവർ നമുക്ക് നോക്കിയിട്ട് പറഞ്ഞതാണ്. ബാക്കി 3ഉം നമ്മൾ തന്നെ അപ്പോൾ ചെയ്തൊരു ഡിസൈനാണ്. ഒന്നും തലയിൽ വന്നില്ല. ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ കയ്യിൽ. ടോപ്പറുണ്ട്, പ്രിൻ്റുണ്ട്, പിന്നെ കുറേ സ്പ്രിങ്കിൾസ് ഉണ്ട്. പിന്നെ ഞാനൊരു 4 ക്രോസ് ഇങ്ങനെ ഫോണ്ടൻറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് കേട്ടോ. കാരണം നമുക്കങ്ങനെ എക്സ്ട്രാ റേറ്റ് ഒന്നും ആക്കാൻ പറ്റാത്തപ്പോഴേക്കും എന്താ പറയുക, കാണാൻ അല്പം ഭംഗി വേണം, എന്നാലൊട്ടും കുറയ്ക്കാനും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ ഒരു ടൈപ്പ് ആകുമല്ല. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്സ്. പിന്നെ ഇതൊരു മാംഗോ കേക്കായിരുന്നു കേട്ടോ, 1 kg മാംഗോ കേക്ക്. അപ്പോൾ ഇവർ നമുക്ക് തന്നത് ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഡിസൈനായിരുന്നു. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസിന് പകരം യെല്ലോ കളറിൽ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് ഒരു യെല്ലോ ക്രംസ് ഉണ്ടാക്കി സൈഡിലിങ്ങനെ കൊടുത്തു. പിന്നെ ആ ഒരു റെഡ് മാത്രമാണ് എനിക്ക് പിടിക്കാതിരുന്നത് കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിച്ചൊരു കളറല്ല റെഡായി വന്നത്, പുതിയൊരു റെഡായിരുന്നു. നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന സ്ട്രോബെറി റെഡിനേലും കുറച്ചുകൂടെ ഒരു പിങ്കിഷ് ഷെയ്ഡായിപ്പോയി അത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ടൈം ഇല്ലാത്ത കാരണം ഞാൻ അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇത് വന്നിട്ട് 1.5 kg പിസ്ത ലച്ചസ് ആയിരുന്നു കേട്ടോ. ഇപ്പം നമ്മളുടെ ഒരു ട്രെൻഡിങ് കേക്കാണ് പിസ്ത ലച്ചസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കണ്ട് എനിക്കെങ്ങനെ കേക്ക്സിനോട് ഇപ്പോൾ കുറച്ച് താല്പര്യം കുറവാണ്. ഇപ്പോഴല്ല, കുറച്ച് നാളായിട്ട് താല്പര്യം കുറവാണ്. പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇപ്പോൾ പിസ്ത ലച്ചസ്. അപ്പോൾ 1.5 kg പിസ്ത ലച്ചസ് റെഡിയാക്കി. ഒരു തീം കേക്ക് ആയിരുന്നു കേട്ടോ. അവർ നമുക്കൊരു ഡിസൈൻ തന്നിട്ട് നമ്മൾ റെഡിയാക്കിയതാണ്. കുറച്ച് ഫോണ്ടൻറ്റ് വർക്കും പിന്നെ കുറച്ച് പ്രിൻറ്റും അങ്ങനെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു കേട്ടോ. ഇതിലിങ്ങനെ തീമിനൊരു പേര് പറയാൻ പറ്റത്തില്ല, ഒരു വെഹിക്കിൾ തീം എന്നോ അങ്ങനെയൊക്കെ പറയാം. കാരണം ഒരുമാതിരിപ്പെട്ട വെഹിക്കിൾസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു തീമായിരുന്നു ഇതും. നല്ല തിരക്കിൽ ചെയ്യുന്നതാണ്. കാരണം കസ്റ്റമർ നമ്മളോട് ഒരു ടൈം പറഞ്ഞിട്ട് അവർ കുറച്ച് നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ പെട്ടുപോയി. കാരണം മറ്റ് കേക്ക്സ് ഉണ്ടല്ലോ. അപ്പോൾ ആരെയും നമുക്ക് എന്താ പറയുക വെറുപ്പിക്കാനും പറ്റത്തില്ല. എല്ലാവരും നമ്മുടെ കൂടെ വേണം. കാരണം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ വർക്ക് അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണ്ടൻ്റ് വർക്ക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ചൂടുള്ളത് കൊണ്ടിട്ട് ഈ ഫോണ്ടൻ്റ് ശരിക്കും മെൽറ്റ് ആവുന്നുണ്ട്. ഫോണ്ടൻ്റ് മാത്രമല്ല നമ്മളുടെ ക്രീമും നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ചെയ്തത് പിന്നെയും കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോസാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ദിവസത്തെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്ക്രാപ്പ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ക്രീം ഇങ്ങനെ നന്നായിട്ട് ലൂസായി വരുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ശരിക്കും ഞാൻ പെട്ടുപോയി എന്നുള്ള അവസ്ഥയായിപ്പോയി. കാരണം നല്ല തിരക്കുള്ള സമയമാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും ക്രീം കൂടെ ഇങ്ങനെ പണി തന്നുകൊണ്ടിരുന്നാൽ നമ്മൾ ശരിക്കും ഒരു പെട്ടുപോയ അവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ഞാൻ ഓരോ കേക്കും ഫ്രോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ കുറച്ച് ഫോണ്ടൻ്റ് വർക്കും പ്രിൻറ്റും എല്ലാം കൊടുത്തിട്ട് ഇതിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ എല്ലാം ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു, നേരെ കൊടുത്തു കിട്ടും. പിന്നെ ഈ കേക്ക് വന്നിട്ട് 1.5 kg നട്ടി ബബിൾ കേക്കായിരുന്നു കേട്ടോ. കുറച്ച് പരത്തി ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതും അവർ ഡിസൈൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ഗോൾഡൻ ടച്ച്, വൈറ്റ് ആൻഡ് ഗോൾഡൻ ടച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ എയറിൽ നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സമയമാണ് കേട്ടോ. കാരണം തിരക്കല്ല, എൻ്റെ കാലിങ്ങനെ വേദന എടുത്തിട്ട് എൻ്റെ കാലൊന്ന് ഉളുങ്ങിയായിരുന്നു. എൻ്റെ കാലൊന്ന് തലേ ദിവസം ഒന്ന് ഉളുങ്ങിയായിരുന്നു. അപ്പോൾ അതും വെച്ച് ഇങ്ങനെ നടന്ന് കാലിൻ്റെ ആ ഒരു സൈഡ് ഇങ്ങനെ നീര് വെച്ച് വീർത്തിരിക്കുവാണ്. എനിക്ക് വേദന കൊണ്ട് സഹിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല. പക്ഷെ നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചത്തുപോയില്ലെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരവസ്ഥയാണ് നമ്മളുടെയൊക്കെ അല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് ആകാവുന്ന പോലെ നമ്മളത് ചെയ്ത് കൊടുക്കണം. കാരണം അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റും. പിന്നെ ലാസ്റ്റ് ടൈമൊക്കെ നമ്മൾ അവരോട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ്, നമുക്കാണെങ്കിലും അതൊരു സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് നിന്നിട്ടാണെങ്കിലും ഞാനിത് അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. കാരണം ഇതെനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ. പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഗോൾഡൻ കൊടുക്കാൻ പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ഡ്രിപ്സ് ഇങ്ങനെ ടോപ്പിൽ കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്തു. പിന്നെ നമ്മളുടെ കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ നമ്മളുടെ ഗോൾഡൻ സ്റ്റാർസും വെച്ച് കൊടുത്തു, ഗോൾഡൻ ആവണ്ടേന്ന് വിചാരിച്ചിട്ട്. പിന്നെ യെല്ലോ ആണ് കേട്ടോ ഞാൻ ഷെയ്ഡായിട്ട് കൊടുത്തത്. വേറെ ഒന്നും എൻ്റെ തലയിലേക്ക് ആ ടൈമിൽ വന്നില്ല. യെല്ലോ ഗോൾഡൻ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലാണ് അത് കൊടുത്തു വിടുന്നത്. പിന്നെ കുറേ സമയം ഇരുന്ന് കാലക്കെല്ലാം റെഡിയാക്കി ഒരു വിധത്തിലാക്കി കുറച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കേക്കിൻ്റെ വർക്കിലേക്ക് കയറുന്നത് കേട്ടോ. കാലിപ്പോഴും ശരിയായിട്ടില്ല. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴേക്കും ചതവുണ്ടെന്നാണ് പറഞ്ഞത്, ചെറിയൊരു ചതവ് പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ഒരു ബാപ്റ്റിസം കേക്കായിരുന്നു. കേക്കിൽ ഒരു ഡിസൈൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ, നമുക്ക് എന്താ പറയുക, എക്സ്ട്രാ റേറ്റൊന്നും ആവാതെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും പ്രിൻ്റ് ഒക്കെയാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് വെച്ച് കൊടുത്തു. പിന്നെ ഗോൾഡൻ ട്രിപ്സ്, പിന്നെ ലീവ്സ് ഉണ്ടായിരുന്നു. ഗോൾഡൻ അല്ല, ബ്രോൺസ് ലീഫാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളുടെ ഗോൾഡൻ സ്റ്റാർ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ച് കൊടുത്തു. മിക്ക കേക്കിലും ഈ സ്റ്റാർസും ഡ്രിപ്സൊക്കെ റിപ്പീറ്റേഷൻ വരുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ റേറ്റ് ഇല്ലാതെ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് കേക്കിന് ഭംഗി വേണം. പിന്നെ എക്സ്ട്രാ റേറ്റും അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ അതാണ് ഇതൊക്കെ റിപ്പീറ്റായി വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് നമ്മളുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഇപ്പോഴാണ് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആയത് കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.